ജേക്സി തോമസ്, ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് എവിടെയും ഈ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. UDF സർക്കാരിന്റെ നിലപാടും വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, സത്യപ്രതിജ്ഞ സമയത്ത് അത് മുഴുവൻ ആലപിക്കപ്പെട്ടപ്പോൾ PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ കോൺഗ്രസിന്റെ നിലപാടിതാണ്, അത് സംഘപരിവാറിന് വഴിപ്പെട്ടതാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണ് നയമെന്നത് ഇന്നറിയാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഈ വനവകുപ്പ് ആസ്ഥാനത്തൊഴികെ മറ്റെവിടെയും അങ്ങനെ ഒരു ആലാപനം തന്നെ ഉണ്ടായില്ല. പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ 4-ാം തീയതി പുറത്തിറക്കിയ ഈ അജണ്ടയുടെ ഭാഗമായിട്ടും വന്ദേമാതര ഗാനാലാപനം എന്നുള്ളത് അജണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് 6-ാം തീയതി CS പുറത്തിറക്കിയ ഒന്നിലാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ഷൻസ് പാലിക്കണം എന്നൊരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ആലപിക്കപ്പെടുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആലപിച്ചില്ല. അപ്പോൾ കോൺഗ്രസിന്റെ നയം വ്യക്തമല്ലേ? ഇനിയിപ്പോൾ CPM അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? CPM മാത്രമല്ല, ഇതൊരു CPM പ്രശ്നം മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് ചെറുതായി ചുരുക്കി കാണാൻ കഴിയുന്ന ഒരു ഇടുങ്ങിയ വിഷയമേ അല്ല. ആ കള്ളികൾക്കുള്ളിൽ വെച്ച് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും വരുത്. എന്തുകൊണ്ട് വന്ദേ മാതരം, എന്തുകൊണ്ട് ആനന്ദപടം നോവൽ, എന്തുകൊണ്ട് ബക്കിംഗ്ഹാം ചന്ദ്ര ചാറ്റർജി, എന്തുകൊണ്ട് ഇന്നത്തെ AICC ആസ്ഥാനത്തെ സമ്പൂർണ്ണ ഗാനാലാപനം, അത് മുതൽ പുറകോട്ട് കേരള മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ സമ്പൂർണ്ണ ആലാപനം, അതിനോടുള്ള ആദ്യത്തെ താമരപത്രം RSSന്റെ മുഖമാസികയായിട്ടുള്ള ഓർഗനൈസർ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന് കൈമാറുന്നത് മുതൽ ഇന്ന് ഓഗസ്റ്റ് 15-ന് AICC മുതൽ കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങ് മുതൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങ് വരെ നീണ്ടു നിൽക്കുന്ന ഈ പൂർണ്ണ ഗാനാലാപനം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ്? ഇപ്പോഴല്ല, CPM അല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാർ മാത്രമായിരുന്നില്ല. രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഉൾക്കൊള്ളുന്ന 930കളിൽ ചേർന്നിട്ടുള്ള കൽക്കട്ട കോൺഗ്രസിന്റെ പ്ലീനറി സെഷനാണ് ഔദ്യോഗികമായി തന്നെ ഈ ഗാനാലാപനം ആദ്യം ശ്രദ്ധേയമായി നടത്തിയ ടാഗോറിന്റെ സാക്ഷ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇതിലെ 2 സ്റ്റാൻസ ഒഴികെ ബാക്കി എല്ലാവും ഇന്ത്യൻ മതനിരപേക്ഷതയെ, ഇന്ത്യൻ ബഹുസ്വരതയെ, ഇന്ത്യ എന്ന ആശയത്തെ സൃഷ്ടിച്ചിട്ടുള്ള വൈവിധ്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്, അതിനെ ശവപ്പറമ്പാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 ഭാഗം ഒഴികെ ബാക്കിയൊന്നും പാടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സ്വതന്ത്രപൂർവ്വ ഇന്ത്യയുടെ അല്ലെങ്കിൽ അവിഭക്ത ഇന്ത്യയുടെ ആദ്യ അനുഭവങ്ങളിൽ വെച്ചിട്ട് കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്. കോൺഗ്രസിൽ വിഭിന്നമായ ധാരകൾ ഉണ്ടായിരുന്ന അന്നത്തെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത തലപ്പൊക്കമുള്ള നേതാക്കന്മാരെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ 80-ാം വാർഷികത്തിൽ അതിന് വഴിമരുന്നിരുത്തു വിട്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളമാണ്. കേരളത്തിൽ 105 MLA-മാരുടെ അവിഭക്ത പിന്തുണയോടുകൂടെ ഇപ്പോഴധികാരത്തിൽ വന്നിട്ടുള്ള അഭിനവ RSS കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഓർഗനൈസർ RSSന്റെ മുഖമാസിക, നമ്മുടെ കോൺഗ്രസിന്റെ മുഖപത്രങ്ങൾ അഭിനന്ദിക്കുന്നതിന് മുമ്പ്, താമരപത്രം നൽകുന്നതിന് മുമ്പ് നാഗപ്പൂരിൽ നിന്നാണ് ഈ ഗവൺമെന്റുള്ള ആദ്യത്തെ അഭിനന്ദന താമരപത്ര പട്ടും വളയവും കരസ്ഥമാക്കിയത്. എങ്ങനെയാണ്? ഈ ഗാനാലാപനം പൂർത്തീകരിച്ചുകൊണ്ടാണ്. ഇന്ന് AICC ഓഫീസിൽ പൂർത്തീകരിച്ചു, ഇല്ലേ? അതിന്റെ തുടർച്ചയിൽ കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും പൂർത്തീകരിച്ചു. ചോദ്യം എന്താണ്? ചോദ്യം വന്ദേ മാതരം പൂർണ്ണമായി പാടണോ വേണ്ടയോ എന്ന ചെറിയ ചോദ്യത്തിനപ്പുറം ഇന്ത്യൻ വർഗീയതയുടെ വാഴ്ത്തുപാട്ടിനെ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന്റെ മുമ്പിൽ യെസ് ഓർ നോ എന്ന് പറയുന്നത് പർവ്വത സമാനമായ വലിപ്പമുള്ള ഒരു യെസ്സും ഒരു നോയുമാണ്. വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ RSSന്റെ താമ്രപത്രവുമായി ഇപ്പൊ സർവകലാശാലയിൽ അടയിരിക്കുന്ന ഒരു വൈസ് ചാൻസലർ പറയുന്നത് പോലെ അതൊരു അമ്മയെ മടങ്ങലല്ല, അത് ബഹുസ്വരതയെ നിന്ദിക്കലാണ്, ഇതര മതവിശ്വാസങ്ങളെ നിന്ദിക്കലാണ്, ഇതര വൈവിധ്യങ്ങളെ നിന്ദിക്കലാണ്. അത് എന്റെ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ളത് ഒരു CPM അഭിപ്രായം മാത്രമല്ല, ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ബഹുമാനിയായ അഭിഭാഷകൻ ശ്രദ്ധേയമായ ചില സൈറ്റേഷൻസ് നടത്തി, ഇല്ലേ? ആ സൈറ്റേഷൻസിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള, എന്റെ ഓർമ്മ ശരിയെങ്കിൽ 971-ലാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് ആദ്യമായി പാസ്സാക്കപ്പെടുന്നത്. 971-ലെ നിയമത്തിന്റെ ഭേദഗതിയാണ് 2026-ൽ BJP ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അവർ അതിനെ വന്ദേ മാതരത്തെ കൂടെ അതിന്റെ കള്ളികളിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ കിട്ടിപ്പോയൊരു അവസരം, കേരളത്തിലും RSS അജണ്ട നടപ്പിലാക്കാൻ കിട്ടിപ്പോയ അവസരം എന്ന രൂപത്തിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, പ്രസിഡന്റ് ഒപ്പിട്ടു, BJP ഗവൺമെന്റ് നടപ്പിലാക്കി, ഇനി നമുക്കത് പൂർണ്ണമായി ആലപിക്കാനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ പറഞ്ഞില്ലേ വാർത്താ സമ്മേളനത്തിൽ? ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്താണ്? ഇത് പൂർണ്ണമായി പാടുക എന്നുള്ളത് നിയമവിധേയമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. നാഷണൽ സോങ് അല്ല. ബഹുമാനീയനായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച കേസ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതിലെ സുപ്രീം കോടതി ഉത്തരവാണ്. ബിജോയ് ഇമ്മാനുവൽ, ബിന്ദു മോൾ, ബിനോയ്, ജഹോവ വിറ്റ്നസ് ആയിട്ടുള്ള ഈ 3 ആളുകൾ
ദേശീയ ഗാനം ആലപിക്കുമ്പോൾ, നാഷണൽ ആന്തം ആലപിക്കുമ്പോൾ ആ നാഷണൽ ആന്തം ഞങ്ങൾ ചൊല്ലാൻ തയ്യാറല്ല, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് അതിന്റെ ഭാഗമാണ് എന്നത് ചൂണ്ടിക്കാട്ടി ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് കേരള, സ്റ്റേറ്റ് ഓഫ് കേരള 986 സുപ്രീം കോടതി പ്രധാനപ്പെട്ട വിധി പ്രസ്താവിച്ചു. എന്താ വിധി പ്രസ്താവം? നോട്ട് മാൻഡേറ്ററി. നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്, നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഇൻട്രപ്ഷൻ ഓർ ഡിസ്റെസ്പെക്ട് ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഏത്? വന്ദേ മാതരത്തിലല്ല, ഇന്ത്യയുടെ നാഷണൽ ആന്തം നമ്മുടെ ജനഗണമനയിൽ പോലും തടസ്സപ്പെടുത്തൽ പാടില്ല, അതോടൊപ്പം ബഹുമാനക്കുറവ് പാടില്ല. ഇത് രണ്ടുമേ പറയുന്നുള്ളൂ. നിർബന്ധമായും പാടണമെന്ന് നമ്മുടെ നാഷണൽ ആന്തത്തെ കുറിച്ച് പോലും ജനഗണനയെ കുറിച്ച് പോലും പറയുന്നില്ല. എന്നിട്ടാണ് ഇന്ത്യയിൽ RSSഉം അത് ഏറ്റുപാടി AICC ഓഫീസും കർണാടകയും ഹിമാചലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത് പാടിയേ പറ്റൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു സംശയവുമില്ല, വർഗീയതയുടെ മുമ്പിൽ മുട്ടിലടയുന്നതാണ്, ചുരുങ്ങിയ ഭാഷയിൽ കുനിഞ്ഞു നിൽക്കുന്നതാണ്, അവരുടെ ആദരവ് ഏറ്റുവാങ്ങാൻ എന്തു പണിയും ചെയ്യാമെന്ന് പറയുന്നതാണ്. ശരി. Debate with Madhu Saji.